ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ എന്ത് ചെയ്യുക, ആ കറങ്ങുന്ന വീല് കണ്ട ഇതിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോവാം കേട്ടോ. ഇന്നൊരു സൺഡേ ആണ്. ഇന്നൊരു സൺഡേ ആയിട്ടും ഇവിടെ നല്ല വേണ്ട വല്ലറ്റൊക്കെ നല്ല രീതിക്ക് തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് കറങ്ങുന്ന വീലിൽ കയറിപ്പോൾ ഇങ്ങനെ ഒരു മൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. എപ്പം വേണമെങ്കിലും മഴ പെയ്യും എന്നുള്ള രീതിക്ക് നിൽക്കുക. ചിലപ്പോൾ നമ്മളതിൻ്റെ മേളിൽ ചെല്ലുമ്പോഴത്തേനും നല്ല ഒടുക്കത്തെ മഴയായിരിക്കും. നമുക്ക് നോക്കാം. ഇതേ ഒരു തന്നെ തണുപ്പൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല. ഏത് തണുപ്പത്തും നല്ല തിരക്കും ഒക്കെയാണ് ഇവിടെ. ഇതുണ്ടാ ഇവിടെ ക്രിസ്മസിൻ്റെ ചെറിയൊരു ഒരു പരിപാടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാ. ഇതാണ് കേട്ടോ നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. ഇതല്ല, സോറി മാറിപ്പോയി. തൊട്ടപ്പുറത്ത് കാണുന്നത് ഇത്. ഇവിടെ ഇങ്ങനെ റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അഡൽറ്റിന് 6 രൂപ, ചിൽഡ്രൻ 3 രൂപ, 3 യൂറോ ഒക്കെയാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്നൊരു ടിക്കറ്റ് എടുക്കാം. ഇങ്ങനെ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് 6 യൂറോയാണ്. നമ്മുടെ നാട്ടിലൊരു 600 രൂപയ്ക്ക് വരും. അതാണ് ഇവിടുത്തെ ഒരു ഫണ്ട് എന്ന് പറയുന്നത്. നമ്മളിത് ഈ ഒരു വീലിലേക്ക് ഇങ്ങനെ കയറാൻ വേണ്ടി പോകാം കേട്ടോ. ഇതിൻ്റെ എൻട്രി ഇപ്പോൾ ഇതുവഴിയായിരുന്നു. എൻട്രി ഇതുവഴി. ക്യൂ സ്റ്റാർട്ട്സ് ഹിയർ ഇവിടെ എഴുതിയിട്ടുണ്ടാ. ക്യൂ സ്റ്റാർട്ട്സ് ഹിയർ. അപ്പോൾ ഇവിടെ നമ്മൾ ക്യൂ തുടങ്ങണം. അപ്പോൾ നമുക്ക് നേരെ ക്യൂവിലേക്ക് പോയിട്ട് ഇത് പോയി കാണാം. ഇവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ വളച്ചു ചുറ്റി നമ്മൾ എയർപോർട്ടിലൊക്കെ കാണില്ലേ എന്ന് പറഞ്ഞാൽ വെച്ചിരിക്കുന്ന കേട്ടോ. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ നടന്ന് ഇത് വീലിൻ്റെ ചുവട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ടിക്കറ്റ് അവർ വാങ്ങിച്ചിട്ട് അവരിങ്ങനെ സ്കാൻ ചെയ്യും. എന്നിട്ട് അവർ അത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിത് വീലിൻ്റെ ചുവട്ടിലേക്ക് എത്തിയിട്ടുണ്ട് വീലിൽ കയറാനായിട്ട്. ഇവിടെ ഞാൻ മാത്രമല്ല, ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ബാക്കിലത്തെ ക്യൂവിൽ പോയിട്ട് വെയിറ്റ് പണ്ണളാം. ആൾക്കാരൊക്കെ ഇങ്ങനെ കറങ്ങി പേടിച്ച് വരുന്നുണ്ട് കേട്ടോ. ഈ താഴെ നോക്കുമ്പോഴത്തേന് വല്ലാത്തൊരു കാഴ്ച കേട്ടോ. ഇന്ന് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ. ഇന്നത്തെ ഇങ്ങനെ ഓരോ കേസിൽ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഇതിനകത്തൊന്നും ആരും ഇല്ലേടേ. അപ്പം നമുക്ക് ഇതിലേക്ക് കയറാനുള്ള ക്യൂവിൽ വെയിറ്റ് പണ്ണളാം. നേരത്തെ ഒരു ട്രിപ്പ് ഇങ്ങനെ കഴിഞ്ഞ് വന്നവരൊക്കെ ഇവിടെ വന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. കണ്ടാ ഒരു കള്ളി കാലിയാവും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, അതിനുള്ള ഒരു കള്ളിയിലേക്കുള്ള ആളുകളെ അവരതിനകത്തോട്ട് ലോഡ് ചെയ്യും. എന്നിട്ട് അവർ വീണ്ടും ഈ ഒരു കളി ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ യാത്ര തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഇങ്ങനെ മുകളിലേക്ക് പോകും. നമ്മുടെ മേട് നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. അത് ഈ മേളത്തെ കള്ളിയില്ല, നമ്മുടെ കള്ളിയുടെ തന്നെ മുകളിലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇത് സ്റ്റോപ്പായി. ഈ കളി ഞാൻ മാത്രമുള്ളല്ലോ. അപ്പോൾ ഫുൾ വെയിറ്റ് ഇങ്ങോട്ട് ലോഡ് ചെയ്യുവാണേ. അവിടെ ഇതിങ്ങനെ ചെരിഞ്ഞ് നിൽക്കുക. സാധനം ഫുൾ ഇങ്ങോട്ട് ഞാൻ ഇരിക്കുന്ന സൈഡിലേക്ക് ഏത് കണ്ട. എൻ്റെ പാൻറ്റിൻ്റെ കളറും ഇത് സീറ്റിൻ്റെ കളറും എല്ലാം ഒരുപോലെ. ആ മാച്ചിങ് നോക്കണേ. അതുകൊണ്ട് ഫുള്ള് ലോഡ് ഇങ്ങനെ ചെരിഞ്ഞിങ്ങനെ നിൽക്കുക. ഒരു കുഴപ്പമില്ലായിരിക്കും അല്ലേ. ഇത്ര റൗണ്ട് ബോട്ട് കണ്ട മലേറ്റയുടെ മെയിൻ സെൻറ്റർ റൗണ്ട് ബോട്ടൊക്കെ ഇവിടെ നല്ല ക്ലിയറായിട്ട് നല്ല സെറ്റപ്പായിട്ട് കാണാം. ഇവിടെയെങ്കിലും ആരും ഇല്ലേടി, ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. 6 പേർക്കിരിക്കാം കേട്ടോ ഒരേ സമയം. കേട്ടോ 3, ഇവിടെ 3, ഇവിടെയും 3. ഇത് നമ്മൾ ഈ കയറി വരാനുള്ള ആ ഒരു സ്പോട്ടാണ് കേട്ടോ. ഇതൊക്കെ കറക്റ്റായിട്ട് ഇവർ ലോക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ പേടിക്കാനൊന്നുമില്ല. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണല്ലോ. നോക്കാം.
ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, നമ്മളിത് ഇങ്ങനെ ഇവർ പോകുന്ന പോലെ നമ്മളിങ്ങനെ പോയി കയറി പോയി മുകളിൽ ചെന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു. പിന്നെ അവിടെ ചെറിയ വിസിബിലിറ്റിക്ക് കുറവുണ്ട്. കാര്യം എന്ന് വെച്ചാൽ സൈഡൊക്കെ നമ്മുടെ ഈ മുകളിൽ ഇപ്പോൾ ഇങ്ങനെ പോകുമ്പോഴത്തേനും ഇതിൻ്റെ മുകളിൽ ഈ കള്ളി കണ്ട, അപ്പോൾ അതിൻ്റെ നമ്മുടെ ആ ഒരു വിസിബിലിറ്റി നമുക്ക് പോകും. പിന്നെ വീലെല്ലാം ഇങ്ങനെയാണല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഇതുപോലുള്ള വീലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം തിരുവനന്തപുരമൊക്കെ പോകുകയാണെങ്കിലേ നമുക്കിത് ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് സാധനങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ ആ വഴി തന്നെ ഇത് ഈ വഴി ഇങ്ങനെ ഇറങ്ങിയിട്ട് അത് അവിടെ ആട്ടോ എക്സിറ്റ്. അവിടെ നിന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ നടന്നു വന്നു. ഓക്കെ, അപ്പം നമ്മളിത് ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ തിരിച്ച് പോവുകയാണ് സുഹൃത്തുക്കളേ. ഒരുപാട് ക്രിസ്മസിൻ്റെ പ്രമാണിച്ച് ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ മുഴുവൻ കടകൾ കാര്യങ്ങൾ മൊത്തം ജനത്തിരക്ക്, ജനസാഗരമില്ല കഴിഞ്ഞ ദിവസത്തെ പോലെ. ഇത് ലേശം ഒതുങ്ങിയിട്ടുണ്ട്. ഇതൊരു ചെറിയ ട്രീ ഒക്കെ ഉണ്ട്. നൈറ്റൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. നൈറ്റ് അടിപൊളിയാണ്. പിന്നെ പകലാണെങ്കിൽ അടിപൊളി. കാര്യം ഈ വീലിലൊക്കെ കയറുമ്പോഴേ നമ്മൾ ഈ വീലിലൊക്കെ കയറുമ്പം നൈറ്റ് വന്നാൽ എന്താ കുഴപ്പമെന്ന് അറിയുമോ? നൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. നമ്മുടെ വിസിബിലിറ്റി ഫുള്ള് പോകും. നമ്മുടെ സൈഡും എല്ലാം ഫുള്ള് ഡള്ളായിരിക്കുമല്ലോ. അതേസമയം ഈ ഒരു ടൈമിൽ അതുകൊണ്ടാണ് ഞാൻ പകൽ വന്നത്. പകൽ വരുവാണെങ്കിൽ നമുക്ക് ഫുള്ള് കാണാൻ പറ്റും സൈഡിലുള്ള കാര്യങ്ങൾ. രാത്രി ഫുള്ളൊരു ലൈറ്റ് ആയിരിക്കുമല്ലോ, ഫുൾ സൈഡ് മൊത്തം നാലുപാട് ലൈറ്റ് ആയിരിക്കുമല്ലോ. നേരെ പോയിട്ടൊരു ബസ് പിടിക്കാം കേട്ടോ. ഇനി അടുത്ത ബസ്സിന് കയറി നമുക്ക് വീട്ടിലേക്ക് തിരിക്കാം.